കോഴിക്കോട് നിന്നും കാണാതായ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആട്ടൂർ മുഹമ്മദ് എന്ന മാമിയുടെ തിരോധാനം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് റിപ്പോർട്ട്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിലാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച വിശദീകരിക്കുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണം നടക്കാവ് പോലീസ് ഇൻസ്പെക്ടർ SI അടക്കമുള്ളവർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരമേഖല IG ഉത്തരവിട്ടു. നടക്കാവ് പോലീസിന് 2023 ഫെബ്രുവരിയിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മാമി തിരോധാന കേസ് അന്വേഷണം തുടങ്ങിയത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. നടക്കാവ് SI ബിനു മോഹനായിരുന്നു ആദ്യഘട്ടത്തിൽ കേസന്വേഷണം നടത്തിയത്. CI PK ജിജീഷിനായിരുന്നു മേൽനോട്ട ചുമതല. ഇവർ രണ്ടുപേരുൾപ്പെടെ 4 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരമേഖല IG രാജ്പാൽ മീണ ഉത്തരവിട്ടിരിക്കുന്നത്. തിരോധാന കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം പോലും ഉണ്ടായിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ക്രമസമാധാന ചുമതലയില്ലാത്ത അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ വകുപ്പുതല അന്വേഷണത്തിന്റെ ചുമതല. 60 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് ഉത്തരമേഖല IG ഉത്തരവിൽ പറയുന്നു. കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ അട്ടിമറിയുണ്ടായെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെന്ന് മാമിയുടെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും പ്രതികരിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ മാമി തിരോധാന കേസ് അന്വേഷിക്കുന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ കൃത്യവിലോപം നടത്തിയിട്ടുണ്ടെന്ന് ചിലപ്പോൾ IG ആയിരുന്ന P പ്രകാശ് കണ്ടെത്തിയിരിക്കാം. അതിന് ചിലപ്പോൾ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം IG പ്രകാശിനെ വരെ മാറ്റിയത്. ഞങ്ങൾ കൊടുത്ത ലെറ്ററും ഞങ്ങൾ ചെയ്ത ചില കാര്യങ്ങൾ കൊണ്ടല്ലേ ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ DYSP പ്രേമൻ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹത്തെയും സ്ഥലം മാറ്റിയില്ലായിരുന്നോ? അപ്പോൾ ഇത് ഓരോരോ തലങ്ങളിലേക്ക് പോകുമ്പോൾ മാമി കേസ് ഓരോ തലങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഈ ആളുകളെ മാറ്റുന്നത്. നിയമപരമായി ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും വരെ കേസുമായി മുന്നോട്ടു പോകുമെന്നും മാമിയുടെ സഹോദരി റംലത്ത് പറയുന്നു. ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങൾക്ക് ഇനി തീരെന്ന് ജീവിക്കാനാവില്ല. 2 വർഷമായി ഓഗസ്റ്റ് 21 ആയാൽ 2 വർഷമായി എൻ്റെ സഹോദരൻ മിസ്സായിട്ട്. കുടുംബം മുഴുവൻ ആശങ്കയിലാണ്, വേദനയിലാണ്. കുഞ്ഞു മക്കളുണ്ട്, പ്രായമായ ഉമ്മയുണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടാവുന്നത്. ശരിക്കും പ്രതീക്ഷയുണ്ട്. എവിടെ വരെയാണോ പോകേണ്ടത് ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും അതിൻ്റെ പുറകിലേ ഉണ്ടാവും. ഞങ്ങൾ മരിക്കുന്നവരെ നമ്മളിത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്കറിയണം എന്ത് പറ്റി. 2023 ഓഗസ്റ്റ് 21 കോഴിക്കോട് നഗരത്തിലെ അരയിടത്തു പാലത്ത് നിന്നും മാമിയെ കാണാതാകുന്നത്. ആദ്യം നടക്കാവ് പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. അന്വേഷണം കാര്യക്ഷമമല്ലെന്ന കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.